ദുബായിലൊരു പരിപാടിക്കൊരു ഒപ്പൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകനെ ഇവിടുന്ന് ഫ്രണ്ട് വിളിച്ചാൽ മാമുക്കായി വരുന്നുണ്ട്, കൊണ്ടുപോകണം, ഭക്ഷണം വാങ്ങിക്കൊടുക്കണം. റൂമൊക്കെ പിന്നെ പോയ കമ്പനിൻ്റെ ഉണ്ട്. അപ്പോൾ അവരവിടെ ചെന്ന പാടുപ്പനെ ഒരു ബന്ധത്തിലൊരാൾ വന്ന് വിളിക്കുമ്പോൾ വിളിച്ചു പോയി. അങ്ങനെ അവന് 300 ദിർഹംസ് എന്തോ ഡിന്നറിന് ബഫറ്റുള്ള ഒരു ഹോട്ടലിൽ കയറിപ്പനായിട്ട് 2-3 പേര് അവർ ഉപ്പയും കൂടി അങ്ങനെ ഉപ്പം ഇങ്ങനെ തിരിഞ്ഞ് നടക്കന്നെ ഈ ഭക്ഷണത്തിൻ്റെ ഈ ഒരു റോല് മുഴുവൻ നോക്കി എടുക്കുക. അപ്പോൾ ഉപ്പക്ക് തൃപ്തിയാവില്ല. അപ്പോൾ ഇവർ ഭക്ഷണമൊക്കെ എടുക്കുന്നുണ്ട്. 300 ദിർഹംസായിട്ട് ഒരാൾക്ക് പേയ്മെൻ്റ് അവിടെ. ഉപ്പനോട് ചോദിച്ചാൽ എന്താ ഇങ്ങനെ അതാ പറഞ്ഞെങ്കിൽ കഞ്ഞി മതി. അപ്പോൾ കഞ്ഞും ചമ്മന്തിയും കിട്ടും. കഞ്ഞും ചമ്മന്തി ഒന്നും വലിയ ഹോട്ടലിൽ ഉണ്ടാവില്ല. അങ്ങനെ അവിടുന്ന് അത് എന്തോ അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ തൽക്കാലം വേണ്ടി അത് കഴിച്ചു പോയി. എന്നിട്ട് അവർ ചെറിയൊരു ഹോട്ടലിൽ പോയിട്ട് കഞ്ഞി വാങ്ങിക്കൊടുത്തുന്ന ഒരു ടീം വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. ഉപ്പനെ അങ്ങനെ കുറേ കഥകളാണ് മരിച്ച സമയത്ത് ഓരോരുത്തരും ഓരോ അവരനുഭവങ്ങളുണ്ടല്ലോ. ഉപ്പനായിട്ടുള്ള ബന്ധം എന്നോട് കാണിക്കാൻ വേണ്ടിയൊക്കെ ഒരുപാട് ആളുകൾ വന്ന് പലതും പറഞ്ഞു. ആ ഒരു വെളിച്ചപ്പം മരിക്കുന്ന തലേന്ന് വരെ ആ വലുപ്പം അറിയില്ലായിരുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.